കാര്യം പറഞ്ഞ് മനസ്സിലാവൂലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കളിയിൽ എന്ത് പൈസ ഞങ്ങൾ റെഡിയാ. എന്റെ വിജുകൂട്ട അടിയെങ്കിലും അടി, ഇടിയെങ്കിലും അടി. അടിക്കണം. ഹലോ ഹലോ റാണി, ഞാൻ ഇപ്പൊ എത്തും. ഒരു 5 മിനിറ്റ്. സമാധാനമായാലോ? എന്തായി ചേട്ടാ, അവ അകത്തോട്ട് പോയിട്ടുണ്ടോ? എടാ അവന്മാരെന്തേ ചെറുക്കനെന്തേടാ? റാണി, പണിയാ ഉച്ച നീ കാണിച്ചേ. ചുമ്മാ കളിക്കില്ല, നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്. റാണി എണീറ്റ്. റാണി മോളെ. എന്താണ് 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 ഈ കൊച്ചോടെ മര്യാദ? നീ എന്ത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല ഇവനെന്തോ ചെയ്തിട്ടുണ്ട്, ഇവനെന്തോ ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചോടെ മര്യാദ ഒരു പ്രശ്നം. എന്നെ പൊന്നേട്ടെ, ഞാൻ കണ്ടാണ്. അൻസാർ, ഇത് കുഴപ്പമാണല്ലോ. അൻസാർ ഞാൻ ചെയ്യും ഹെഡ് പോസ്റ്റിൽ നിന്ന് പോലീസുകാരനൊന്ന് പറ. നീ ഒരു ഓട്ടോ വിളിച്ചോണ്ട് വന്നേ. കുഴപ്പമാണെന്ന് തോന്നുന്നു. വന്നേ. നാളെയല്ലേ ഞാൻ കൊണ്ടുവരാം. സാറേ, സാറേ ഒരു പ്രശ്നമുണ്ട് സാറേ. ഇതാ അവിടെ ഒന്ന് വരണം സാറേ. എവിടെ? ഇത് മോഹൻ സ്റ്റേഷനിലെ മിസ്സിംഗ് കേസിലെ പ്രതിയാണ്. ഇതാ മിസ്സിംഗ് ആയ പെൺകുട്ടിയാണ്. ബോധം പോലെ ആശുപത്രി കൊണ്ടുവരാം. നിങ്ങൾ ആ കുട്ടി ആ ഓട്ടോയിൽ കയറി അങ്ങോട്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കണം. അങ്ങോട്ട് മാറി നിൽക്കണം. അയ്യോ കുഴപ്പമില്ല സാറേ, ബൈക്ക് കൊണ്ട് സാറേ. സാറേ, എന്നെ കൂടെ ജീപ്പിക്കണം സാറേ. തനിക്ക് ഇതൊരു പണിയും തരും. പിള്ളേരുടെ കേസ് എന്റെ മോനെ സാർ ഇതിലെ ഞാനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങണോ? കൊച്ചിനൊന്ന് പിടിക്കാൻ പറ. കൊച്ചിനൊരു ഓട്ടോറിക്ഷ കൊടുത്തു. നീ അങ്ങോട്ട് കയറി കിടക്കണം. വണ്ടി നേരെ ജില്ലാ ആശുപത്രി. ചേട്ടാ ഞാൻ വിളിക്കാം, ഞാൻ ആശുപത്രിയിലാണ്. അച്ചോടനെ വിളിച്ചത് എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചത്. സിസ്റ്ററെ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? ക്യാൻറ്റീൻ വേണ്ട.
ആ രാമ എന്താടാ? ആരാ? മാധവൻ നായരോ? ആ കേട്ടെ വന്നാ എന്നിട്ട് പോയാ? രാമ ഒരു മിനിറ്റ്, മങ്ക വിളിക്കുന്നു, നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താണ്? നിന്റെ ഭാര്യ വീട്ടുകാർ വന്നിരുന്നു. അവസാനം അവര് വന്നു. എന്നിട്ട് നിന്റെ അമ്മ വിളിച്ചോണ്ടിരിക്കുക, എന്തായെന്ന് ചോദിക്കട്ടെ. ആ മങ്കേ, എന്തായി നായന്മാര് വന്നിട്ട്? മാവാ എന്താടാ ആ അമ്മ നമ്മളെ പറ്റിച്ച് പോയാ മാവാ. ആരുടെ കൂടെ? ആ കിനാശ്ശേരി ഷാപ്പ് നടത്തണ മന്മന്റെ മൂത്ത മോന്റെ കൂടെ. കൊല്ലട്ടാ മാവാ ഞാൻ അവളെ. വേണ്ട, പടിയടച്ച് പിണ്ടം വെച്ചേക്കാ പഠിച്ചോളെ. അത്രേ ഉള്ളൂ, പിണ്ടല്ലേ, സാരമില്ല. എന്തായാലും നമുക്കൊരു പെങ്കൊച്ചിനെ കിട്ടിയില്ലേ. ഇപ്പോഴാ ശരിക്കും ഈ ജാതി കൊണ്ടൊരു ഗുണം ഉണ്ടായത്. ശരി എന്നാ ഞാൻ വിളിക്കാം. ശരി. അജി, റാണിയുടെ അമ്മയും അമ്മായിയും ഒക്കെയാ വരുന്നത്. റാണിരമ്മ. അമ്മേ, ഞാനാ വിജീഷ്. അമ്മ എന്തൊരു ഹോസ്പിറ്റലിൽ ഉണ്ടല്ലേ? അവളവിടെ ഇല്ലേ? ഒരു കുഴപ്പമില്ല. അവരൊക്കെ കൂടെ എന്റെ കുഞ്ഞിന്റെ ജീവിതം കളഞ്ഞു. അമ്മ ഒരു കുഴപ്പമുണ്ടാവില്ല അവക്ക്. വിജി വാടാ. ആർബി എന്തായി ഡോക്ടറെ? കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടി ഇന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അതിന്റെ ആവാം. പിന്നെ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അതാണ് ഈ ബ്ലാക്ക് ഔട്ട് ആയത്. ഓക്കെ അപ്പൊ കഴിഞ്ഞല്ലോ. വളരെ അല്ല, കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് പോകണം. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്റെ പിള്ളേരൊന്നും അറിഞ്ഞിട്ടില്ലെന്നു. ചേട്ടാ അതെ എന്താടാ? അമ്മനെ പറ്റിപ്പോയി മോനെ. സാരമില്ല ചേട്ടാ, സഹിച്ചോളാം. ആ എങ്ങോട്ടാ? അവിടെ നിൽക്ക്, പോലീസ് കേസാ. നിനക്കൊക്കെ ഉള്ള പണി പുറകെ വരുന്നുണ്ട്. വരട്ടെ, ഇവിടെ മാറി. ആർബി കേസാണ്. സാറ് വന്നിട്ട് എല്ലാരും പോയാൽ മതി എന്നാ പറഞ്ഞേക്കുന്നത്. പുതിയ എസ് ഐ അക്ഷരബുദ്ധി അന്വേഷണം ഒന്ന് എഴുന്നേറ്റേക്കാം. നല്ല ദിവസം അല്ലേ ഇനിയാ? ആ പെങ്കുച്ചോടെ കുട്ടിക്ക് കാഷ്വാലിറ്റി ഉണ്ട് സാർ. സാറേ ഞാൻ എടോ, താനല്ല എന്നെ വിളിച്ചേ? അതെ സർ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ. കുട്ടി ഓക്കെയാണ് സാർ. ആളുടെ ബാഗിൽ നിന്ന് ആലപ്പി പാലക്കാട് KSRTC ബസ് ടിക്കറ്റ് കിട്ടി. സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരുന്നു സാർ. ആൾക്ക് നല്ല ക്ഷീണമുണ്ട് സാർ. ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടാവണമല്ലോ. മറ്റേ പാർട്ടിക്കാരും വന്നില്ലേ? ഇല്ല സാർ. ഒരു കോൾ ഉണ്ടായിരുന്നു. ആ, ഒരു കോളുണ്ട്. ആർബി, സാറേ ഈ ചിറ്റപ്പന്റെ മൂത്താപ്പയ്ക്ക് അങ്ങ് വീട്ടില് വെറുതെ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കില്ല കേട്ടോ. ഞാൻ ആദ്യം ഇതൊന്ന് കേക്കട്ടെ. എവിടെ നമ്മുടെ പയ്യനെവിടെ? പ്രതി ഇങ്ങോട്ട് മുന്നിലേക്ക് വിടാ. ഇങ്ങോട്ട് വാ. അവന്റെ ഒരു വേഷം ഇവിടെ വെക്ക്. നീയാണോ പ്രേമിച്ച് മതി തീരാത്ത കാസനോവ? മതിയായി, മതിയായി സാറേ. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, കേട്ടാ മതി. മനസ്സിലായോ? അങ്ങോട്ട് മാറിക്ക്. സാറേ സാറേ ഒരു മിനിറ്റ്, ഞാനൊരു അധ്യാപകനാണ്. ഏത് സ്കൂളിലെ? സ്കൂളല്ല സാർ, ട്യൂഷൻ സെന്റർ. ബ്രില്യൻ ട്യൂഷൻ സെന്റർ. അത് പൂട്ടിപ്പോയി സാർ, ഇപ്പോൾ അക്ഷയ സെന്റർ നടത്താം. അങ്ങോട്ട് മാറിക്ക. വെറുതെ കയറി അവൻ അഭിപ്രായം പറയാൻ വന്നിരുന്നു. എടോ, തനിക്ക് ഇവനോടൊന്നും പറയാനില്ലേ? നിങ്ങൾക്ക് എന്താ അവനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറയാം. വാ, താൻ പറ. മുന്നോട്ട് വാ. വാ പറ. അർബി കേക്കണേ. താൻ ധൈര്യമായിട്ട് പറഞ്ഞു. വിജി, ഞാൻ നിനക്കിട്ട് പണിത് തന്നെയാ വിജീഷേ. കാരണം എന്താണെന്നറിയോ? നീ ഒരു ഫ്രോഡാ. ഞാൻ എന്താ ചെയ്ത വിജീഷേ? നിന്നെ പ്രേമിച്ചു, സ്നേഹിച്ചു. അപ്പൊ നീ കയറി മുതലാളി കളിക്കുവാണോ? നിന്റെ രീതിക്ക് നിന്റെ ഇഷ്ടത്തിനും അല്ലേ? ഡാ, കച്ചവടത്തിലായാലും പ്രേമത്തിലായാലും മുതലാളിത്തത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു മോനെ. അത് നിനക്കതൊരു മനസ്സിലായിട്ടില്ല. ഫൈനലി നീ എന്റെ ഐഡന്റിറ്റി വരെയാ ചൊറിഞ്ഞേ. അത് വേണ്ട മോനെ.
നിനക്കൊക്കെ പ്രേമിച്ചാ മതി. എന്തും പറയാം, എന്തും ചെയ്യാം. അല്ലടാ, ഞാൻ നിനക്കിട്ട് പണിത് തന്നെയാ വിജീഷേ. ഐഡന്റിറ്റി നീ മിണ്ടായിരുന്നു വിജീഷേ. നിന്റെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? നിന്റെ കാമുകമാരറിഞ്ഞില്ലേ? ഇനി നീ അത്ര പെട്ടെന്ന് ആരും വളയ്ക്കണ്ട, കെട്ടണ്ട. മാതൃകയാച്ചാ മോള്. ഇനി അവൻ ആരും പറഞ്ഞു പറ്റിക്കണ്ട. ആരാ മുത്തിനെ പറഞ്ഞു പറ്റിച്ചത്? കെട്ടാവുന്നല്ലേ ഞാൻ പറഞ്ഞേ. നിർത്തണ മോളെ. സാറേ, ഇനി അവൻ വേണ്ടി ഞാൻ അടിക്കും. സത്യാണ് അടിക്കും. മതി, നിർത്ത്. അവൻ്റെ ഒരു പ്രേമവും പ്രതികാരവും. ആർബി കേട്ടല്ലോ, ചിരിക്കണ്ട. ആളൊന്ന് പോയിട്ടുണ്ട്, അറിഞ്ഞോ? സാറേ എനിക്കറിയില്ല സാറേ. നിങ്ങൾക്കൊക്കെ പ്രേമം, പ്രതികാരം, കുടുംബകാര്യം, മണ്ണാങ്കട്ട. നാട്ടിൽ 5-6 സ്ഥലത്ത് അടിയിടിയും ബഹളവും. കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ സംഘർഷം ഉണ്ടാവുക. അറിഞ്ഞിരുന്നോ? ഇല്ലെങ്കിൽ അറബി പറഞ്ഞോട്. മക്കളാണല്ലേ? അതെ. മൂത്തതാ മതിയല്ലോ. 3-നെയും കൂടെ 156 കരുതലിട്ടാണ്. പിന്നെ ആർബിയ പറഞ്ഞത് വെറുതെ ഉപദ്രവിക്കണ്ടെന്ന്. പക്ഷെ എന്തായാലും കേസിന്റെ മുഴുപ്പ് നോക്കിയിട്ട് നല്ലൊരെണ്ണം ഞാൻ തലയിലിട്ട് വെച്ച് തരുന്നുണ്ട്. അത് ഉറപ്പിച്ചോ. അപ്പൊ പെണ്ണ് പാർട്ടിയും ചെക്കൻ പാർട്ടിയും എല്ലാം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എന്റെ സ്റ്റേഷനിൽ എത്തിക്കണം. മനസ്സിലായോ? നീ ഇനി പ്രേമിച്ചു എന്നെങ്ങാനും ഞാൻ അറിഞ്ഞ സാറേ, ഞങ്ങളെ ജംഗ്ഷനിൽ ഇറക്കിയിട്ട് ബൈക്ക് അവിടെ വെച്ചിരിക്കാം. അല്ല, ബുള്ളറ്റ് അവിടെ വെച്ചിരിക്കാം. ഒന്നുമില്ല. റാണി അടുത്തവൻ ദിനം പൊത്തു ഞാൻ കേട്ടോ. റാണി വയറ് നിറച്ച് കിട്ടിയില്ലടാ. മതിയായില്ലേ നിനക്ക്? ക്യൂട്ടല്ലേ? സ്കോപ്പാണ്. നിങ്ങൾ വീട്ടിലേക്ക് കയറുന്നുണ്ടോ? പോടാ. അപ്പൊ ശരി, കാണാം. ശരിടാ. അപ്പം എന്നാ കേറുന്നില്ലേ? അതോ ഇനിയും വില ഉള്ളവന് വരാനുണ്ടോ? അല്ലണ്ണ വണ്ടി എടുക്കുക. മംഗളം. ആകപ്പാടെ അകത്തുനിന്ന് ദൂരം ഉണ്ടായിരുന്നൊരു കക്കൂസും പോയി. വെറുതെ ആളും കൂടി. നല്ല കൊണച്ചൊരു ആനിവേഴ്സറി ഗിഫ്റ്റ്. സർപ്രൈസ്. അണ്ണാ ഒരു മിനിറ്റ്. ഇവിടെ എന്തിനാ കഴിഞ്ഞില്ലേ? അണ്ണ അനുഗ്രഹിക്കണം. ഒരൊറ്റ പെടയാ. നീ കുറച്ച് വെള്ളം ചൂടാക്ക്. ഭയങ്കര ശരീരവേദന. തിന്നാനും എന്തേലും താമേ. എന്നാ രാമ? ഒന്ന് എന്നാണ്? ഞാൻ ഇന്നലെ SI ഒന്ന് വിളിച്ചായിരുന്നു. ആളത്തിരി കലിപ്പില്ല. രാമൻ സാറിനോടൊന്ന് സംസാരിക്കും. ഞാൻ അവിടെ ഒന്ന് കണ്ടോളാം. കാശൊന്നും കൊടുത്താൽ മേടിക്കുന്ന ആളല്ലേ. പിന്നെ വേണമെങ്കിൽ ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. എനിക്ക് അർജന്റായിട്ട് കവല വരണം. ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നത്? ബോഡിയോ? ആരുടെ? അപ്പോൾ നിങ്ങളാരും അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ ചാണിയെ വെളുപ്പിനെ ആരോ തലക്കടിച്ച് കൊന്നു. ആര്? ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഗുരുദേവൻ ഒരു വരവൂടെ വരേണ്ടി വരും. അത് ശരി, ഉറങ്ങിയ? ഞാനിപ്പോ ഇത് ആരോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു. പുരയില്ല, പൂവില്ല, ഇര ചൂടാൻ തീയില്ല, കരമുത്താൻ കൈയില്ല, ഉണ്ടല്ലോ നെഞ്ചിനകത്ത് എന്നും നീയ്. ഗുരുദേവ!
എന്റെ പൊന്നി ജാണി, ഞാൻ പോണേണ്. ഇവർക്ക് പ്രാന്താണ്ട ജാണി, നീ വരണണ്ട. കാണുന്നില്ല. ചാണിയുടെ മരണം നാടറിയും മുൻപ് ആ രാത്രി ചിലർ കൂടി ആലോചിച്ചു. അവർ നുണകളുടെ കടലാസുകെട്ടുകൾ തീർത്തു. ആ നുണകളത്രയും പിന്നീട് ചരിത്രമായി. ചരിത്രം സത്യമായി. ചാണി നാടിൻ്റെ വീരനായകനുമായി. സഖാവ് കരുണൻ, ഗ്രാമശ്രീ കിനാശ്ശേരി. ബിജുകുട്ടാ, എന്താ ചേച്ചി? എടാ, നീ അവളെ കെട്ടാൻ പോകുന്നതിന് മുമ്പ് റാണി നിന്നെ കെട്ടാൻ നോക്കിയാണെന്ന് അന്വേഷിക്കണ്ടേ? അതല്ലേ ഇവിടുത്തെ വിഷയം അല്ലേ അണ്ണ? അവതാരൊക്കെ പിന്നെ ആലോചിക്കാം കേട്ടാ. അല്ല, അത് ശരിയാണ്, അത് വിഷയമാണ്. പക്ഷേ ഇത്രയും നാളൊക്കെ ഞങ്ങൾ പ്രേമിച്ച് നടന്നതല്ലേ, അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ലായിരിക്കുമായിരിക്കുമല്ലോ അല്ലേ? ഇപ്പൊ പ്രേമിച്ച പെണ്ണിനെയൊക്കെ കെട്ടാം അല്ലേ അണ്ണാ? ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോ നിനക്കാ ആരാടാ? അളിയനാ. അളിയനോ? അല്ല, റെനി. ഫോൺ എടുക്ക് ചേട്ടൻ. ഓ, മറ്റേ ഫോൺ എടുക്കടാ കുട്ട. അതെ, ഞങ്ങൾ എടുത്താ പോരാ. സ്പീക്കർ ഫോണിലിട്ടെ. സ്പീക്കർ ഫോണിലിട്ട്. ആ റെനി, പറടാ. അളിയ, അല്ല നമ്മളെന്തായാലും ഇത്രയൊക്കെ ആയല്ലോ, അതെ അളിയാന്ന് അറിയാതെ. അളിയപ്പ എവിടെയല്ലേ? ഞാൻ വീട്ടിലാ. എന്താടാ? അതെ, റാണി അങ്ങോട്ട് വന്നായിരുന്നോ? ഹലോ. ഇല്ല. എന്തേ? റാണിനെ ഇന്ന് രാവിലെ തൊട്ട് കാണാനില്ല. ഹലോ.